പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise the Lord. Hallelujah. 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 Praise the Lord. Praise the Lord. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നല്ല സമയം ദൈവത്തിൻ്റെ പാദപിടിയിൽ നമുക്കെല്ലാവർക്കും ആയിരിപ്പം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർത്ത ഈ നല്ല വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ റോസ് ഫാമിലി ഗ്രൂപ്പിലൂടെ വചനം ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം അടിനെ ക്ഷണിച്ച റോസ്ലി ആൻറ്റിയോട് പ്രത്യേകം നന്ദി പറയുന്നു. അതിന് മറ്റുള്ള അഡ്മിനായിരിക്കുന്ന മറ്റ് എല്ലാ ദേവദാസന്മാർക്കും ദാസിമാർക്കും അതുപോലെ തന്നെ വചനം ശ്രവിക്കുന്ന എല്ലാവർക്കും ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനത്തെ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. പകല് വളരെയധികം ആയിരുന്ന അവസ്ഥകളിൽ നിന്നെല്ലാം ദൈവം വിടുവിച്ച് നല്ല സമയം ദൈവത്തിൻ്റെ പാതകളിലായിരിക്കും സ്വർഗത്തിൻ്റെ ആത്മാവിടിയായി തീർത്ത നല്ല വിധങ്ങൾക്കായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. നമ്മെ എല്ലാവരെയും ദൈവം ഈ നിമിഷം വരെ സൂക്ഷിച്ചു. ദൈവത്തിന് ഒത്തിരി നന്ദി പറയണം. നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മെക്കുറിച്ച് ഹല്ലേലൂയ ലോകം ഭൂമിയിലുള്ള മറ്റുള്ള എല്ലാവരും പറയുന്നത് ഒരു നമുക്കെല്ലാവർക്കും അറിയാം. പല പേരുകൾ നമുക്കുണ്ട്. വിശ്വാസികൾ, ദൈവമക്കൾ, പ്രാർത്ഥനാക്കാർ, അങ്ങനെ ഒരുപാട് പേര് നമുക്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു പേരാണ് പ്രാർത്ഥനാക്കാർ. നമ്മെ എല്ലാവരും അങ്ങനെ അഭിസംബോധന ചെയ്യുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്തുകൊണ്ടാണ് അവർ നമ്മെ വിളിക്കുന്നത്? പലരുടെയും പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പലരും നമുക്ക് ഈ വചനം ശ്രവിക്കുന്ന എല്ലാവർക്കും പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. വീണ്ടും ഈ ലൈവ് എല്ലാവരും ശ്രവിക്കുന്നുണ്ട്, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മെ എല്ലാവരും സഹായിക്കും, മാനിക്കും ചെയ്യട്ടെ. അപ്പോൾ നമ്മെ എല്ലാവരും പറയുന്നത് പ്രാർത്ഥനക്കാരൻ എന്നാണ്. അതായത് എന്നെ ഉൾപ്പെടെ ഇപ്പോൾ വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരുടെ അടുക്കലും വിവിധ വിഷയങ്ങൾ, ഒന്നോ രണ്ടോ വിഷയങ്ങൾ, മറ്റു പല വിഷയങ്ങൾക്കും പലരും പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമീപിച്ചിട്ടുണ്ടാകാം. നമുക്ക് എല്ലാവർക്കും അനുഭവമുണ്ട്. ഹല്ലേലൂയ. സ്തോത്ര. അനേക പല വിഷയങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ തന്നെ വചനവും നമ്മോട് പറയുന്നുണ്ട്, പ്രാർത്ഥിപ്പിൻ, എല്ലായ്പ്പോഴും പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ പ്രാർത്ഥിച്ച് നമ്മുടെ ഇടയിൽ പലരും പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മടുത്ത ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് വളരെ കാലങ്ങൾക്ക് ശേഷം പല വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ, ദൈവം സർവശക്തനാണല്ലോ, ദൈവത്തിന് എന്തുകൊണ്ട് നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി തന്നുകൂടാ എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ മറ്റു പലരും പറയുന്നത് നമ്മൾ കേൾക്കേണ്ട, ദൈവത്തോട് എന്തിന് പ്രാർത്ഥിക്കണം? സർവശക്തനായ ദൈവത്തിന്റെ മുൻപിൽ നാം രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്തു, ദൈവസന്നിധിയിൽ കടന്നു വന്നു. ഇല്ലെങ്കിൽ കോടാനുകോടി നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും സൂര്യനെയും എല്ലാം ഉണ്ടാക്കിയ, ഭൂമിയെ ഉണ്ടാക്കിയ, മനുഷ്യരെ ഉണ്ടാക്കിയ ദൈവത്തിന് എന്തുകൊണ്ട് മനുഷ്യരുടെ ജീവിതത്തിൽ വിഷയങ്ങൾ കടന്നു വരുന്നു? ദൈവത്തിന് ഇതെല്ലാം കൂടി തീർത്തുകൂടെ? പ്രാർത്ഥിച്ചാൽ മാത്രമേ തീരുകയുള്ളൂ എന്ന് പലരുടെ മനസ്സിൽ ചിന്ത വരാം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ. സ്തോത്രം. നാം മറ്റുള്ളവരുടെ വാക്കുകളല്ല കേൾക്കേണ്ടത്. ദൈവം നമ്മോട് എന്ത് പറയുന്നു? ഹല്ലേലൂയ. സ്തോത്രം. നാം പ്രാർത്ഥിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്. ദൈവത്തിന്റെ വചനം അനുസരിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുന്നവർ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണമെന്ന് ഹല്ലേലൂയ ദൈവം വചനം നമ്മെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിക്കണമേ. പ്രസംഗിക്കുന്നവനെ പിശാചിന് ഭയമില്ല, പ്രാർത്ഥിക്കുന്നവനെ പിശാചി ഭയക്കുന്നു. പ്രാർത്ഥിക്കുന്നവനെ പലരും ഭയക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാം എന്ത് ചെയ്യണം? തുടർന്ന് നാം ചെയ്തു വന്നതുപോലെ രാത്രിയുടെ യാമങ്ങളിൽ ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഫേസ്ബുക്കിന്റെ ഈ പേജിലും ഒരു വാക്യം പ്രാർത്ഥനയെ കുറിച്ചും എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഞാനും ഈ മെസ്സേജിന്റെ ഇതിനെ കുറിച്ച് ഒരു കോൾ വന്നപ്പോൾ തന്നെ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന
ആലുലിയ ഒരു ചിന്തയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ആലുലിയ സ്തോത്രം. അതിന് ആധാരമായിട്ട് ചില വാക്യങ്ങൾ നമുക്ക് ബൈബിളിൽ നിന്ന് വായിക്കാവുന്നതാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നമുക്ക് വായിക്കാം. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ഈ പ്രാർത്ഥനയുടെ വിഷയം ഹല്ലേലൂയ സ്തോത്ര ദൈവം തന്നപ്പോൾ തന്റെ ചില ചിന്തകൾ എൻ്റെ ഹൃദയത്തിൽ കടന്നു വരാനിടയെ തീർന്നു. നമുക്ക് ഈ വാക്യങ്ങൾക്കെല്ലാം വേണ്ടി ദൈവസന്നിധിയിൽ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, വചനം നിന്റേത്. കർത്താവേ, അടികളെ നീ സഹായിക്കണമേ. വചനം ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം അടിന്റെ നാവിനെ നീ ബലപ്പെടുത്തണമേ. കർത്താവേ, കടന്നു വന്ന സകല ദൈവമക്കളെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്നിധിബോധത്തോടെ സ്വർഗം ഇടിയാക്കി തീർക്കണമേ. സാഹചര്യങ്ങളെ അനുകൂലമാക്കി തീർക്കണമേ. ദൈവം തന്നിട്ടുള്ള ആ ചിന്തകളെ അതിന്റെ ആധികാരികതയോടെ ആഴമായി ശുശ്രൂഷിപ്പാടിന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല തടസ്സങ്ങളും മാറ്റണമേ. ആലുലി. അതുപോലെ തന്നെ ഈ ഫേസ്ബുക്ക് ആലുലി കൂട്ടായ്മയോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതിന്റെ വിവിധ ഗ്രൂപ്പുകൾ, പ്രയർ ഗ്രൂപ്പ് എല്ലാം ഉണ്ടല്ലോ നാഥ, അതിന് ശക്തമായി ദൈവം മാനിക്കണം. വരും കാലങ്ങളിൽ അനേക പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കൃപ ദൈവം നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതേ ഹല്ലേലൂയ സ്തോത്ര പ്രാർത്ഥനയിലൂടെ നല്ലൊരു റിസൾട്ട് തരുമെന്നും സ്വർഗം തുറക്കുന്ന താക്കോലാണ് ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുകയാണ്. കർത്താവെ, നന്ദി പറയുന്നു. അപ്പൊ അതിനുവേണ്ടി ക്ഷണിച്ച റോസ്ലിയാന്റെ പ്രിയ കുടുംബത്തെയും ഇതിന്റെ അഡ്മിന്മാരെല്ലാം ഓർത്ത് പ്രയർ ഗ്രൂപ്പിൽ അംഗങ്ങളായിരുന്നവരെയും തുടർന്ന് അംഗങ്ങളാൻ പോകുന്നവരെല്ലാം ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവകരങ്ങൾ ഏൽപ്പിക്കട്ടെ. പ്രാർത്ഥന സ്തോത്രം യേശു കഥയുടെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് വചനത്തിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. നമുക്കിതിന്റെ പശ്ചാത്തലം എല്ലാം അറിയാം. എൽക്കാന എന്ന് പറഞ്ഞ പുരുഷന് 2 ഭാര്യമാരുണ്ട്. അവരുടെ പേരാണ് ഹന്ന, പെനീന. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഹന്നയ്ക്കോ മക്കളില്ലായിരുന്നു. പെനീനയ്ക്ക് മക്കളുണ്ടാകുന്ന നിമിത്തം ഹന്നയെ എപ്പോഴും കുത്തുവാക്കുകൾ കൊണ്ട് ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഇതിന്റെ ആദ്യ ഭാഗത്ത് ഇപ്രകാരം പറയുന്നുണ്ട്, ഹല്ലേലൂയ, യഹോവയെ അവളുടെ ഗർഭം അടച്ചിരിക്കൊണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അത് വളരെ വലുതായ ഒരു കാര്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എല്ലാം നൽകി തരുമെന്ന് നാം പൂർണ്ണമായി വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ വ്യക്തമായിട്ട് നാം വിശ്വസിക്കുന്ന വചനത്തിൽ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നു, യഹോവ അവളുടെ ഗർഭം അടച്ചിരിക്കുന്ന നിമിത്തം. ഹല്ലേലൂയ സ്തോത്രം. എന്തുകൊണ്ടാണ് ദൈവം ഹല്ലേലൂയ സ്തോത്രം ഹന്നയുടെ ഗർഭം അടച്ചത്? ഇല്ലെങ്കിൽ എന്തിന് ഇതുപോലെ ഈ ഹന്നയെ പെനീനയുടെ മുന്നിൽ പരിഹസിക്കാൻ തക്കവണ്ണം ദൈവം എന്തിനാക്കി തീർത്തു? ഹല്ലേലൂയ സ്തോത്രം. ഒന്ന് പറയട്ടെ, നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ആ വചനത്തിന്റെ പിന്നീടുള്ള ഭാഗം ചിന്തിക്കുമ്പോൾ അറിയുന്നത് പോലെ തന്നെ ഈ ഹന്ന അനേക സമയം പ്രാർത്ഥിച്ച് ഹല്ലേലൂയ സ്തോത്രം. എൽക്കാന പറയുന്നുണ്ട്, നീ എന്തിനു വിഷമിക്കുന്നു? 10 പുത്രന്മാരെക്കാളും ഞാൻ എന്താണ് ഹല്ലേലൂയ സ്തോത്രം മതിയാവനല്ലേ എന്നെല്ലാം എൽക്കാന ആശ്വസിപ്പിക്കുമ്പോൾ ഹന്നയ്ക്ക് അതൊന്നും ആശ്വാസകരമായി തീരുന്നില്ല. അവസാനം ഹന്ന ദേവാലയത്തിൽ ചെന്ന് ഹല്ലേലൂയ സ്തോത്രം അവൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചു. അതിന്റെ 13 പ്രകാരം എഴുതിക്കുന്നു, ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അതരം ഹല്ലേലൂയ സ്തോത്രം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. കണ്ടോ, വളരെയധികം വിഷമത്തിലൂടെ അവരുടെ ഒരു തലമുറയുടെ ദുഃഖമാണ്. തലമുറയില്ലല്ലോ എന്ന് പറഞ്ഞാണ് ഹന്ന കരയുന്നത്. പക്ഷേ ഹല്ലേലൂയ ദൈവാലയത്തിൽ ചെന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചത് നിമിത്തം അവളുടെ അധരം അനങ്ങുകയല്ലാതെ ശബ്ദം കേൾപ്പാനില്ല. അപ്പോൾ ഏലി പോലും, അവിടുത്തെ പുരോഹിതൻ പോലും ഹന്നയെ പറഞ്ഞിരിക്കുന്നു, അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ നാം ചില വിഷയങ്ങളുടെ മധ്യത്തിൽ നമുക്ക് ആഴമായി വളരെ വേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നാം ഏറ്റവും അടുത്ത് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നാം ഏറ്റവും നമ്മളെക്കാളും കൂടുതൽ ആത്മീയത അല്ലെങ്കിൽ ഹല്ലേലൂയ പ്രാർത്ഥനാക്കാരെന്നോ അല്ലെങ്കിൽ ദൈവത്തോട് അടുത്തിരിക്കുന്നു നമ്മൾ ചിലർ ചിന്തിക്കില്ല. പക്ഷേ അവർ പോലെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ വീട്ടുകാർ നമ്മളെ ഏറ്റവും വിശ്വസിച്ചവർ നമ്മളെ കുറ്റപ്പെടുത്തിക്കോട്ടെ, പക്ഷേ ഹല്ലേലൂയ ചില വിഷയങ്ങളുടെ മധ്യത്തിൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ അതിന്റെ റിസൾട്ട് എപ്രകാരമായിരിക്കും? ഹല്ലേലൂയ ഒരു ശമൂവേൽ ബാലനെ അന്നയ്ക്ക് ദൈവം നൽകുവാനിടയായി തീർന്നു. കണ്ടോ, അനേക കാലങ്ങൾ പ്രാർത്ഥിച്ച ഹല്ലേലൂയ സ്തോത്രം വളരെ വ്യസനത്തോടുകൂടെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച ഹന്നയ്ക്ക് ലഭിച്ച ഒരു റിസൾട്ട് എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. പെനീനയുടെ മക്കളെക്കാൾ ഉപരിയായി ഹന്നയുടെ ഹല്ലേലൂയ സ്തോത്രം ശമൂവേലിനെ കുറിച്ച് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, ശമൂവേലിന്റെ വരവികൾ ഹല്ലേലൂയ ജനം വിറയ്ക്കുവാനിടയായി തീർന്നു. കണ്ടോ, ഒരു പ്രവാചകനെ ഹല്ലേലൂയ ഇസ്രായേലിലെ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഒരു ശമൂവേലിനെ ഹന്നയ്ക്ക് നൽകി കൊടുക്കുവാനിടയായി തീർന്നു. എന്തിനു വേണ്ടി? ഹല്ലേലൂയ യഹോവയുടെ അവളുടെ ഗർഭം അടച്ചു. ഹല്ലേലൂയ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.
വളരെ വലിയൊരു റിസൾട്ട് ഹല്ലേലൂയ കൊടുക്കുവാൻ തക്കവണ്ണം ഒരു മഹത്വം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഹല്ലേലൂയ സ്തോത്രം എന്ത് ചെയ്തത്? യഹോവ അവളുടെ ഗർഭമടച്ചത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അനുനിമിഷം പ്രാർത്ഥിച്ചുള്ള വിഷയങ്ങളുടെ മധ്യത്തിലെ വർഷങ്ങളായി തളർന്ന് ക്ഷീണിച്ച് മടുത്തു പോകുമ്പോൾ നാം ഓർക്കണം, ഹല്ലേലൂയ പ്രാർത്ഥന കൂടുന്ന ആ വിഷയങ്ങളുടെ മധ്യത്തിൽ ഹല്ലേലൂയ ദൈവത്തിന് വലുതായ ഒരു റിസൾട്ട് ഹല്ലേലൂയ നമ്മുടെ കണ്ണിന് മുമ്പ് കാണിക്കാനുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഈ ശമൂവേലിന്റെ ജനനം, ഹല്ലേലൂയ ഈ ശമൂവേലിന്റെ ഹല്ലേലൂയ സ്തോത്ര പ്രവചന ശബ്ദം ഇല്ലെങ്കിൽ ശമൂവേൽ ഒരു ശുശ്രൂഷ കടന്നു പോകുമ്പോഴും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ബേസിക് എന്താണ്? ഹല്ലേലൂയ ഹന്ന പ്രാർത്ഥിച്ചത് കേട്ട് ഒരു മകനെ നൽകി കൊടുത്തു. അതിന്റെ ബേസിക് എന്താണ്? അന്യയുടെ പ്രാർത്ഥനയാണ് ഇതുപോലൊരു ശുശ്രൂഷയുള്ള മകനെ പുറത്തു വരുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ ശമൂവേലിനെ കുറിച്ച് പറയുമ്പോൾ അന്യയുടെ പേരും പ്രാർത്ഥിച്ചവളുടെ പേരും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ശുശ്രൂഷിക്കുന്നവരുടെ മധ്യത്തിലും ആ വചനത്തിലും നമുക്ക് ഹല്ലേലൂയ സ്തോത്രം കാണുവാനായിട്ട് തരും. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതത്തിലുള്ള സകല വിഷയങ്ങളുടെ മധ്യത്തിൽ ഈ ഹല്ലേലൂയ നിമിഷം പ്രാർത്ഥന ഹല്ലേലൂയ ഉപേക്ഷിച്ച ചില വിഷയങ്ങളുണ്ടെങ്കിൽ ഹല്ലേലൂയ എല്ലാ ദൈവനാമ മഹത്വത്തിനാണ് കർത്താവ് എനിക്ക് വേണ്ടി ആ റിസൾട്ട് ഹല്ലേലൂയ മറച്ചു വെച്ചിരിക്കുന്നത്, ഇല്ലെങ്കിൽ തരാതെ നീട്ടിപ്പോകുന്നെന്ന് മനസ്സിലാക്കി ഹല്ലേലൂയ നാം എന്ത് ചെയ്യണം? ശക്തമായ ദിവസങ്ങളിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഞാൻ ഏൽപ്പിക്കുകയാണ്. കർത്താവ് എനിക്ക് അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് ഈ നിമിഷം പറയുകയും വീണ്ടും ആ പ്രാർത്ഥന ഹല്ലേലൂയ സ്തോത്ര റൂമിലേക്ക് പ്രവേശിച്ച വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഞാൻ തയ്യാറാകട്ടെ എന്ന് ഹല്ലേലൂയ സ്തോത്രം ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അടുത്തതായിട്ട് ഹല്ലേലൂയ ദൈവം തന്ന അടുത്ത ഒരു ചിന്തയാണ് ഹല്ലേലൂയ സ്തോത്രം 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള വാക്യം. ഹല്ലേലൂയ. അവിടെ നാം ആരെ കാണുന്നു? ഒരു ഏലിയാവിനെ കാണുന്നു. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു. തന്റെ ബാല്യക്കാരനോട് നീ ചെന്ന് കടലിൽ നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിനവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 7-ാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ നോക്കൂ, ഹല്ലേലൂയ സ്തോത്രം. ഏലിയാവിന്റെ ജീവിതത്തിലെ അനുഭവം വചനം നമുക്ക് ഹല്ലേലൂയ സ്തോത്രം പരിശുദ്ധാത്മാവിൽ വരച്ചു കാട്ടിയിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഏലിയാവ് കർമ്മേലിന്റെ മുകളിൽ കയറി എന്തിനാണ്? ഒരു മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ദൈവം പറയുന്നു, ഏലിയാവേ ഞാൻ മഴ പെയ്യിക്കുവാൻ പോവുകയാണ്, നീ ആഹാബിനെ നിന്നെ തന്നെ കാണിക്കണം. അങ്ങനെ കടന്നു വന്ന സിറ്റുവേഷനിൽ ഏലിയാവ് അവരുടെ ആഹാബിന്റെ അടുത്ത് ചെല്ലുകയും ഇപ്രകാരം ചെയ്യുന്നു: ഈ ജനം ബാലിനെയാണ് സേവിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ജനമേ നിങ്ങൾ എന്ത് ചെയ്യണം? ബാലിന്റെ ആ ദേവന്മാരെ വിളിച്ച്, ആ മന്ത്രവാദികളെ വിളിച്ച് അവരോടും ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ 450 പേരുണ്ടെന്ന് പറയുന്നു. ബാലിന്റെ പ്രവാചകന്മാർ 450 പേര്. അവരും ഏലിയാവ് ഒറ്റയ്ക്ക് ഓപ്പോസിറ്റ് നിന്നുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഏലിയാവ് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? കാളക്കുട്ടിയെ ഒരുക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഈ യാഗപീഠം നന്നാക്കി ഇതിന്മേൽ ഹല്ലേലൂയ സ്തോത്രം ഇത് ഹല്ലേലൂയ സ്തോത്ര പ്രൈസിലോട് ദയിപ്പിക്കുവാൻ വേണ്ടി പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഇവിടെ ഹല്ലേലൂയ ജയിച്ച ഒരു ഏലിയാവിനെ, ബാലിന്റെ പ്രവാചകന്മാരെ മുൻപിൽ ജയിച്ച ആഹാബിന്റെ മുന്നിൽ ആ റിസൾട്ട് കാണുവാൻ തക്കവണ്ണം ഏലിയാവിനെ ദൈവം ഉയർത്തിയത് നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെ അപ്രകാരം അവിടെ നിന്ന് യാഗപീഠത്തെങ്കിൽ ജയിച്ച ആ ഏലിയാവ് ഹല്ലേലൂയ ആഹാബിനോട് പറയുകയാണ്, പർവ്വതത്തിന്റെ മുകളിൽ കയറി അവൻ പ്രാർത്ഥിക്കുന്നു. ബാല്യക്കാരനോട് പറയുന്നു, നീ ചെന്ന് നോക്കുക, മഴയുടെ മുഴക്കം കാണുന്നുണ്ടോ? നീ ചെന്ന് നോക്കുക. അങ്ങനെ 1 പ്രാവശ്യം പോയി, 2 പ്രാവശ്യം പോയി, 7 പ്രാവശ്യം ചെന്നപ്പോൾ ഒരു ചെറിയ ഹല്ലേലൂയ സ്തോത്രം മേഘം പൊങ്ങുന്നു. കൈ പോലെ ഒരു മേഘം പൊങ്ങുന്നു. അത്രയും ഹല്ലേലൂയ സ്തോത്രം ഏലിയാവിടെ മധ്യത്തിൽ കാണുവാനായിട്ട് ഇടയായി തീർന്നു. കണ്ടോ, ഇവിടെ ഹല്ലേലൂയ സ്തോത്രം ഏലിയാവ് ചെയ്തത് എന്താണ്? ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന മുൻപായി യാഗപീഠം, ഇടിഞ്ഞു കിടന്ന യാഗപീഠം നന്നാക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവമക്കളെ, നമ്മൾ ചില വിഷയങ്ങളുടെ മധ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഇതും നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ നമ്മുടെ റിസൾട്ടിന് അല്ലെങ്കിൽ നമ്മുടെ ആ പ്രാർത്ഥന വിഷയത്തിന്റെ അതിന് തടസ്സം എന്താണ്? ആ റിസൾട്ടിന്റെ തടസ്സം എന്താണ്? നമ്മുടെ ജീവിതത്തിലെ ചില കുറവുകളാണോ? നമ്മളാകുന്ന യാഗപീഠം ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നാം എന്ത് ചെയ്യണം?
നന്നാക്കണം. ഹല്ലേലൂയ. ആ നന്നാക്കിയതിന് ശേഷം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഇവിടെ ഇത്രയുമൊക്കെ ജയിച്ച ഹല്ലേലൂയ ദൈവം പറഞ്ഞിട്ട് വന്ന ഏലിയാവ്, ദൈവം പറഞ്ഞിട്ട് ബാലിന്റെ പ്രവാചകന്മാരുടെ മുന്നിൽ അല്ലെങ്കിൽ ആഹാബിന്റെ മുന്നിൽ ഹല്ലേലൂയ വെല്ലുവിളിക്കാൻ കടന്നു വന്ന ഏലിയാവിനെ ആ യാഗപീഠത്തിന്റെ മുൻപിൽ ദൈവം വിജയിപ്പിച്ചുവെങ്കിലും എത്ര പ്രാവശ്യം ഇവിടെ ഏലിയാവ് ഹല്ലേലൂയ സ്തോത്രം മുഴങ്കാൽ മുടക്കി ആ ബാലിക്കാരനെ അയച്ചു? 7 പ്രാവശ്യം. 7-ാം പ്രാവശ്യമോ ഹല്ലേലൂയ ദൈവത്തിന് ഒരു സമയമുണ്ട് കേട്ടോ. ഒരു വിഷയം നമ്മുടെ കയ്യിൽ അതിന്റെ റിസൾട്ട് നൽകി തരുവാൻ ദൈവത്തിന് ഒരു സമയമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ തക്കതായ സമയത്ത് ഹല്ലേലൂയ ദൈവം എന്ത് ചെയ്യും? അത് നമുക്ക് നടത്തി തരും. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ സമയം വരെ നാം ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണ്ടിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ തീർന്നിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം അവൻ ഹല്ലേലൂയ മേഘം കണ്ടു എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഇപ്രകാരം പറയുന്നു, മഴ നിന്നെ തടുക്കാതിരിക്കുന്നതിന് രഥം പൂട്ടി ഇറങ്ങി പോകുക എന്ന് ഹല്ലേലൂയ സ്തോത്രം ഇപ്രകാരം ആഹാബിനോട് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്തു, വൻമഴ പെയ്തു. ആഹാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിച്ച ഏലിയാവിന്റെ അനുഭവം ഇവിടെ നോക്കണമേ. യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. ഹല്ലേലൂയ. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഇവിടെ ഹല്ലേലൂയ സ്തോത്രം ആവശ്യമില്ല കേട്ടോ. പ്രാർത്ഥിക്കുന്നവന് അക്ഷരീയമായി ജയിക്കുവാൻ തക്കവണ്ണ ഹല്ലേലൂയ സ്തോത്രം മാറ്റുകൂട്ടുന്ന ഒന്നും ഒരു സപ്പോർട്ടിന്റെയും ഒരു ആവശ്യമില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഏലിയാവ് യഹോവയുടെ കൈ വന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവൻ എന്ത് ചെയ്തു? ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന് മുൻപായി ഓടി. വചനം വ്യക്തമായി ഇവിടെ പറയുന്നു, രഥത്തിൽ ഓടിയവന് മുൻപായി പ്രാർത്ഥിച്ചവനോടുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നവന്റെ മേൽ ആരുടെ കൈ വരും? യഹോവയുടെ കൈവരും. നമ്മെ സഹായിക്കുവാനായിട്ട് കൈത്താങ്ങലായിട്ട് ആരുടെ കൈവരും? യഹോവയുടെ കൈവരും. അതിനാൽ ദൈവമക്കളെ ഹല്ലേലൂയ പ്രാർത്ഥന വിടരുത് കേട്ടോ. മറ്റൊന്നിലും ആശ്രയിക്കരുത്. ഹല്ലേലൂയ സ്തോത്രം. 1 പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ, 2 പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ ദൈവം പറഞ്ഞ വിഷയത്തിന് മധ്യത്തിൽ ചിലപ്പോൾ നമുക്ക് മറുപടി കിട്ടിയില്ല എന്ന് നമ്മുടെ കണ്ണിൻ മുൻപിൽ കണ്ടേക്കാം. പക്ഷേ പ്രിയ ദൈവജനമേ പറയട്ടെ, ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഏലിയാവിന്റെ അനുഭവം ശ്രദ്ധിച്ചു നോക്കൂ. അത്രയും പ്രവാചകനായ ശുശ്രൂഷകനായ ഏലിയാവ് ഹല്ലേലൂയ സ്തോത്രം 7-ാം പ്രാവശ്യം അതിന്റെ റിസൾട്ട് കാണുവാനും, അതും മാത്രമല്ല ഹല്ലേലൂയ ആ രഥത്തിന്റെ ഓട്ടത്തിനേക്കാളും ആ പ്രാർത്ഥനാക്കാരൻ ഓടുവാനിടയായി തീർന്നു. ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുക, ഹല്ലേലൂയ പ്രാർത്ഥിക്കുക, വിഷയങ്ങളുടെ മധ്യ പ്രാർത്ഥിക്കുക. നിശ്ചയമായിട്ടും ഹല്ലേലൂയ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് മറ്റുള്ളവർ ഓടി ഹല്ലേലൂയ അവരോടിയല്ലോ, അവർക്ക് റിസൾട്ട് കണ്ടല്ലോ, പ്രാർത്ഥിച്ച് എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന ചില വിഷയങ്ങളുടെ മധ്യത്തിൽ ഹല്ലേലൂയ ഇതാ ദൈവത്തിന്റെ കൈ വരാൻ പോകുന്നു. അവനൊരു സമയമുണ്ട്. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഹല്ലേലൂയ ഇത് താമസിക്കുന്നത്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അതിനു വേണ്ടി നമ്മുടെ വിഷയങ്ങൾ ഹല്ലേലൂയ സ്തോത്രം എന്താണെന്നറിഞ്ഞ് ശക്തമായ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം അത് വൈകിയാലും വരും. ഹല്ലേലൂയ വിശ്വസിക്കുക. ശക്തമായ ദൈവം നമ്മെ മാനിക്കുമാറാകട്ടെ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് ഹല്ലേലൂയ യേശും താനും ഹല്ലേലൂയ പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾ ഹല്ലേലൂയ നമുക്ക് നോക്കാം. ഹല്ലേലൂയ സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം നമുക്ക് എടുക്കാം. ഹല്ലേലൂയ സ്തോത്രം. 26-ാം അധ്യായത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. ഈ വിഷയം നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അറിയാവുന്നതാണ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് മുൻപ് ഹല്ലേലൂയ സ്തോത്രം ഒന്ന് നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ ദൈവപുത്രനായ യേശുവിന് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന് ഒരു പക്ഷേ ഹല്ലേലൂയ നാം പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷേ ക്രിസ്തുവിനും ഹല്ലേലൂയ സ്തോത്രം ക്രിസ്തു എന്ത് ചെയ്തു? നമ്മെ പോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം മനുഷ്യനായി ജനിച്ചു. ഹല്ലേലൂയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. എന്നാൽ ഇവിടെ വളരെ കഠിനമായൊരു വിഷയമാണ്. നമ്മെ പോലെയല്ല, തന്റെ ക്രൂശീകരണത്തിന് മുൻപ് പ്രാണവേദനയോടെ പ്രാർത്ഥിച്ചു എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഹല്ലേലൂയ സ്തോത്രം എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ ഇവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് യേശു പ്രാർത്ഥിക്കാൻ കടന്നു പോകുന്നു.
അവിടെ ചെന്നപ്പോൾ ആലുല സ്തോത്രം യേശു പറയുകയാണ്, കൂട്ടിക്കൊണ്ടുവന്ന പത്രോസ് യാക്കോബിന് യോഹനോടും പറയാണ്, നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിപ്പീൻ. ആലുലിയ സ്തോത്രം, ഞാൻ പ്രാർത്ഥിച്ച് കടന്നു വരാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. എന്നാൽ ആലുല സ്തോത്രം യേശു മടങ്ങി വന്നപ്പോൾ ഇവരെ ഉറങ്ങുന്നത് കണ്ടു. എന്നാൽ ഇവിടെ പ്രത്യേകമായിട്ട് പത്രോസിനോട് പറയുകയാണ്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. എന്താണ് പരീക്ഷ? ഇതിന് ഹല്ലേലൂയ ഈ മുൻ ഖണ്ഡികയിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. അതായത് പത്രോസ് പറയുകയാണ്, ഞാൻ നിന്നെ എന്ത് ചെയ്യുകയില്ല, ഹല്ലേലൂയ സ്തോത്രം, ഒരിക്കലും ഹല്ലേലൂയ സ്തോത്രം, ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോകില്ല, നിന്നോട് കൂടെ ഇങ്ങനെയുള്ള പത്രോസ് ഒത്തിരി കാര്യങ്ങൾ പറയുകയാണ്. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം യേശു ക്രിസ്തു ഇപ്രകാരം പറയുന്നു, കോഴി കൂവുന്നതിന് മുൻപേ നീ 3 വട്ടം എന്നെ എന്തു ചെയ്യും? തള്ളിപ്പറയും. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ യേശുവിന് തന്നെ അറിയാം പത്രോസ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ താനും അകപ്പെടുന്ന വിഷയത്തിന്റെ മധ്യത്തിൽ പ്രാർത്ഥിക്കുന്നതിനും അതുപോലെ തന്നെ യേശു ക്രിസ്തു ഹല്ലേലൂയ പത്രോസ് അനുഭവിക്കാൻ പോകുന്ന വിഷയം ഹല്ലേലൂയ സ്തോത്രം യേശുവിന് അറിയാം. അതുകൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ എന്ന് പത്രോസിനോട് പറയുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു? യേശു ക്രിസ്തു പറഞ്ഞിട്ട് പോലും അവരത് ചെയ്യാതെ അവർ ഉറക്കത്തിന്റെ കാടിന് നിമിത്തം വീണ്ടും ഉറങ്ങി വീഴുവാനിടയെത്തുന്നു. എന്നാൽ യേശു പറയാണ്, ഒരു നാഴിക പോലും നിങ്ങൾക്ക് എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ കഴിയുകയില്ലേ? ഹല്ലേലൂയ. എന്നാൽ ആത്മാവ് പ്രൈസലോട് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. അതായത് ഹല്ലേലൂയ സ്തോത്രം. പ്രിയ ഹല്ലേലൂയ ദൈവമക്കൾ, നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങളുടെ മധ്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. ഇല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ദൈവാത്മാവ് പറയുന്നു, പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കൂ, വിഷയത്തിന്റെ മധ്യ പ്രാർത്ഥിക്കൂ. ഹല്ലേലൂയ സ്തോത്രം. നാം പ്രവചന ശബ്ദം കേൾക്കുന്നു, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്താണ്? ഹല്ലേലൂയ സ്തോത്രം, പലപ്പോഴും ഉറക്കത്തിന്റെ ആലസ്യ ക്ഷീണം കൊണ്ട് അല്ലെങ്കിൽ രാത്രിയാമങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കൂ എന്ന് പറയുമ്പോഴെല്ലാം നാം ഹല്ലേലൂയ സ്തോത്രം നമുക്ക് സാധിക്കാതെ ഹല്ലേലൂയ സ്തോത്രം വീണ്ടും ഉറങ്ങിപ്പോകുന്ന ചില അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ കർത്താവ് നമ്മളോട് പ്രാർത്ഥിക്കൂ പ്രാർത്ഥിപ്പീൻ എന്ന് പറയുന്നത് നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം വിഷയങ്ങൾ, ചില ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ നമുക്ക് മറികടക്കണമെങ്കിൽ ഹല്ലേലൂയ പ്രാർത്ഥിച്ചേ പറ്റൂ. കണ്ടോ, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ പദ്ധതി ആണെങ്കിൽ തന്നെയും ഹല്ലേലൂയ യേശു ക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം അതിനുള്ള എല്ലാ ഹല്ലേലൂയ സ്തോത്രം സഹനശേഷിയും ഒരു പക്ഷേ ദൈവം യേശുവിന്റെ ശരീരത്തിന്മേൽ നൽകി കൊടുക്കുമായിരിക്കും. പക്ഷേ യേശു ക്രിസ്തു പോലും പ്രാർത്ഥിക്കുന്നു. മരണ ഹല്ലേലൂയ വേദനയോടെ, പ്രാണവേദനയോടെ, രക്തത്തുള്ളികൾ പോലെ വിയർപ്പ് ഹല്ലേലൂയ ശരീരത്തിൽ വീഴുവാനിടയെത്തുന്നു. അത്രയും കഠിനമായി എന്ത് ചെയ്യുവാണ്? യേശു പ്രാർത്ഥിക്കുകയാണ്. അല്ല, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എന്നാൽ എൻ്റെ ഹല്ലേലൂയ സ്തോത്ര ഹിതമല്ല, അങ്ങയുടെ ഹിതം തന്നെ നിറവേറട്ടെ. അല്ല, നമുക്ക് ഇങ്ങനെ പറയുവാനായിട്ട് സാധിക്കുമോ? നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ചില കഠിനമായ ശോധനകൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ഒരിക്കലും ഹല്ലേലൂയ സ്തോത്രം, ഞാൻ ദൈവഭാഗത്ത് കടന്നു വന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്ര പരീക്ഷകൾ, ഹല്ലേലൂയ സ്തോത്രം, എന്തുകൊണ്ട് പരീക്ഷകൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ഒരു പക്ഷേ പലരും കേൾക്കുന്ന ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം ഈ വിഷയത്തിന്റെ മധ്യത്തിൽ പ്രാർത്ഥിച്ച് ബലം ഏറ്റെടുക്കണമെന്ന് ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ കഠിനപരമായ ഹല്ലേലൂയ സ്തോത്രം ഒരു പക്ഷേ വചനം കേൾക്കുന്നവർ രോഗക്കിടക്കയിലായിരിക്കാം. ഇല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഭവന അന്തരീക്ഷത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഒരിക്കലും എനിക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ചില വിഷയങ്ങളുടെ മധ്യത്തിൽ ഭാരപ്പെട്ടിരിക്കുക. സാമ്പത്തിക പ്രശ്നങ്ങളോ തലമുറയുടെ വിഷയങ്ങളോ ഹല്ലേലൂയ സ്തോത്രം എന്തുമായിക്കൊള്ളട്ടെ, ദൈവാത്മാവ് ഇപ്പൊ പറയുന്നു, ആ വിഷയങ്ങളുടെ മധ്യത്തിൽ രാത്രിയുടെ യാമങ്ങളിൽ ഹല്ലേലൂയ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ആ പ്രാർത്ഥിക്കുന്നതിന്റെ റിസൾട്ട് ഹല്ലേലൂയ സ്തോത്രം ദൈവം നിങ്ങൾക്ക് നൽകി തരുവാനായിട്ട്, നമുക്കൊരു പ്രാർത്ഥന പോരാളികളായിട്ട് തീരുവാനായിട്ട് ഇടയാത്തീരും. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം യേശു ക്രിസ്തു കഠിനമായി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ റിസൾട്ടോ ഹല്ലേലൂയ സ്തോത്രം തകർന്നു പോയി എന്ന് പലരും ഹല്ലേലൂയ സ്തോത്രം വിധി എഴുതിയ സ്ഥാനത്ത് ഇതാ മരണത്തെ പോലും ജയിച്ചെഴുന്നേറ്റ ഹല്ലേലൂയ ക്രിസ്തുവിനെ ഹല്ലേലൂയ സ്തോത്രം ആരാധിപ്പാനും നമുക്കും ദൈവ മക്കളാകുവാനും അവൻ അവകാശം നൽകുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. ആ പ്രാർത്ഥിച്ച ഹല്ലേലൂയ യേശു ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിച്ചതിന്റെ റിസൾട്ട് ഹല്ലേലൂയ ഒരു പക്ഷേ ആ വേദനയിലൂടെ കടന്നു പോയെങ്കിലും ഹല്ലേലൂയ അതിന്റെ റിസൾട്ട് ഇന്ന് വരെ ഹല്ലേലൂയ ഇനിയും ജനിക്കാനിരിക്കുന്ന എല്ലാ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായിത്തീർന്നു. ആ ക്രിസ്തു
ക്രിസ്തുവിനെയാണ് നാം പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. നാം ഭൂമി അങ്ങോളം ഇങ്ങോളം നോക്കുമ്പോൾ, നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോൾ അനേക പേര് ഹല്ലേലൂയ ഇത് ദൈവമെന്ന് വിശ്വസിച്ച്, ഇത് ദൈവമെന്ന് വിശ്വസിച്ച് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പലതിനെയും കുമ്പിട്ട് നമസ്കരിക്കുവാനും പ്രാർത്ഥിക്കാനും പോകുന്നുണ്ട്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം ഈ ഹല്ലേലൂയ ക്രിസ്തു ഈ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ആ ജീവനുള്ള ഹല്ലേലൂയ സ്തോത്രം, ആ ജീവനുള്ള ആ ജീവനെ ഹല്ലേലൂയ സ്തോത്രം സ്വീകരിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ മരണത്തെ ജയിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു ക്രിസ്തുവിനെയാണ് നാം എന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നത്. അല്ലെങ്കിൽ ആ ക്രിസ്തുവിനോടാണ് ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നാം പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ യേശു ക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം സാധാരണ അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം മറ്റുള്ള കാണുന്ന പോലെ അല്ല ഹല്ലേലൂയ സ്തോത്രം മരണത്തെ പോലും ജയിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്ര സാധാരണ എല്ലാ ഹല്ലേലൂയ പലരും ഹല്ലേലൂയ നോക്കുമ്പോൾ ഹല്ലേലൂയ അവർക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടാണ് ഭൂമിയിലെ മറ്റുള്ളവരെല്ലാം ഹല്ലേലൂയ സ്തോത്രം ഇന്ന ദൈവത്തെ സ്വീകരിക്കുമൊക്കെ ചെയ്യുന്നത്. പക്ഷേ നാം ഹല്ലേലൂയ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് മരണത്തിന്മേൽ ജയിച്ചു. ഹല്ലേലൂയ സ്തോത്രം ആ ഒരു ക്വാളിഫിക്കേഷൻ, അവൻ ദൈവമാകിയാൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന് പ്രത്യേകതയുണ്ട് കേട്ടോ. യഹോവ എന്നാകുന്നു ദൈവത്തിന്റെ നാമം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം വായിൽ നിന്ന് ഹല്ലേലൂയ ഉള്ള വാക്കുകൾ, വചനം ജഡമായി അവതരിച്ച ക്രിസ്തു, ഹല്ലേലൂയ മരണത്തെ ജയിച്ചെഴുന്നേറ്റ ക്രിസ്തു, ആ ക്രിസ്തുവിനെ ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ വിശ്വാസമായി വരട്ടെ. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഇനി ഒരിക്കലും ലഭിക്കില്ല. ഹല്ലേലൂയ സ്തോത്രം ഇന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ നിന്ന് നമ്മുടെ ഫാമിലി ഒരിക്കലും ഹല്ലേലൂയ വിടുതൽ പ്രാപിക്കില്ല. ഹല്ലേലൂയ സ്തോത്രം എന്ന് നാം ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നാം ആ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയരുത്. ഹല്ലേലൂയ. നാം ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഒരു വിശ്വാസം കടന്നു വരട്ടെ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ചില ബേസിക് നമ്മുടെ ജീവിതത്തിൽ ഇട്ടുകൊണ്ട് ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. വിശ്വാസം, ഹല്ലേലൂയ വിശുദ്ധി, ഇങ്ങനെയുള്ള ഹല്ലേലൂയ ബേസിക് ഇട്ടുകൊണ്ട് വേണം നാം എന്ത് ചെയ്യാനായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതായത് ഹല്ലേലൂയ സ്തോത്രം ഏലിയാവ് ചെയ്തതുപോലെ ആദ്യം നാം എന്ത് ചെയ്യണം? ഹല്ലേലൂയ നമ്മുടെ യാഗപീഠം, ഹല്ലേലൂയ സ്തോത്രം നാം ആകുന്നു ക്രിസ്തുവിന്റെ മന്ദിരം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഈ മന്ദിരത്തിൽ ഹല്ലേലൂയ സ്തോത്രം എന്തെങ്കിലും അശുദ്ധിയുണ്ടോ അതിനെ നീക്കിക്കളഞ്ഞ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആത്മാവിന്റെ ഒരു ഹല്ലേലൂയ സ്തോത്രം നടത്തിപ്പ് ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അത് മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനകൾ ഹല്ലേലൂയ സ്തോത്രം ഹന്ന ചെയ്തതുപോലെയാകട്ടെ. അത് മറ്റുള്ളവരെ കാണിക്കുന്നതിനോ വെറുമൊരു ജൽപ്പനത്തിനോ ഹല്ലേലൂയ സ്തോത്രം വേണ്ടിയായി തീരരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ ഹല്ലേലൂയ പ്രകാരം പറയുന്നുണ്ട്, 2 പേര് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് കടന്നുപോയി. അതിൽ ഹല്ലേലൂയ സ്തോത്രം ഒരുവൻ പറയുന്നു, ഹല്ലേലൂയ ഇപ്പുറത്ത് നിൽക്കുന്ന ആ മനുഷ്യനെ പോലെ ഞാൻ അല്ലായകയാൽ ദൈവത്തെ വാഴ്ത്തുന്നു. കണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. നാം ആരെയും നമ്മയായിട്ട് ഹല്ലേലൂയ പ്രയറിൽ ഹല്ലേലൂയ സ്തോത്രം കമ്പയർ ചെയ്യരുത്. ഹല്ലേലൂയ അവനവനൊത്ത കൃപയ്ക്കൊത്തവണ്ണം നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ അവനവൻ തന്നെത്താൻ ശോധന ചെയ്ത് ഹല്ലേലൂയ വിഷയങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് കണ്ണുനീരോടെ ദൈവത്തിൽ താഴുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. ഹല്ലേലൂയ സ്തോത്രം. ഒരു പക്ഷേ നമ്മൾ പലരുടെ കാര്യങ്ങൾ എടുത്തിടുന്നത് കൊണ്ടോ മറ്റുള്ളവരുടെ കുറവുകൾ നികത്തുന്നത് കൊണ്ടും ഹല്ലേലൂയ സ്തോത്രം ഒരു പക്ഷേ നമ്മുടെ ചില വിഷയങ്ങൾക്ക് റിസൾട്ട് ഹല്ലേലൂയ വൈകുവാനിടയിൽ തരും. ഹല്ലേലൂയ. അങ്ങനെയുള്ള ദൈവമക്കളെ ഈ നിമിഷം ഹല്ലേലൂയ പിശാച് നമ്മുടെ ചിന്തകൾ ഇട്ടുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ആ പ്രാർത്ഥന വിഷയങ്ങൾക്ക് റിസൾട്ട് കിട്ടാതിരിക്കാൻ പല വിഷയങ്ങളും നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാം. ഹല്ലേലൂയ സ്തോത്രം. അവർ ഇന്നത് ചെയ്യുന്നു, ഹല്ലേലൂയ സ്തോത്രം ഞാൻ എൻ്റെ കണ്ടുപോയി മറ്റുള്ളവർ പലതും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ അങ്ങനെയല്ലോ നാം ഒരിക്കലും ചിന്തിക്കരുത്. നാം നമ്മെ തന്നെ ശോധന ചെയ്യുക. നമ്മുടെ മന്ദിരം ശുദ്ധമാണോ എന്ന് നാം നോക്കുക. ഹല്ലേലൂയ സ്തോത്രം. അല്ലെങ്കിൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ദൈവിക ശുദ്ധി ഹല്ലേലൂയ സ്തോത്രം ആത്മാവിന്റെ നടത്തിപ്പ് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം മന്ദിരത്തെ ശുദ്ധമാക്കി ദൈവസന്നിധിയിൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ജൽപ്പനം ചെയ്യല, ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണം, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അവിടെ ഹല്ലേലൂയ പുറത്തേക്ക് മറ്റുള്ള വ്യക്തിയെ കമ്പയർ ചെയ്ത് പ്രാർത്ഥിച്ച ആ വ്യക്തിക്ക് അല്ല നിമിഷ നേരം കൊണ്ടുള്ള ഒരു ഹല്ലേലൂയ സന്തോഷം മാത്രമേ ലഭിക്കുവാനായിട്ട് ഇടയത്തുന്നുള്ളൂ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം ഞാൻ ദൈവമുഖത്തേക്ക് പോകുള്ളൂ നോക്കുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ ആ വ്യക്തിയെ ദൈവത്തിന്റെ നീതി കടാക്ഷിക്കുവാനായിട്ട് ഇടയത്തിരുന്നു. ആ വ്യക്തിക്ക് റിസൾട്ട് ലഭിക്കുവാനായിട്ട് ഇടയത്തിരുന്നു. അങ്ങനെയെങ്കിൽ പ്രിയരെ അല്ലെങ്കിൽ നാം ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കൊണ്ട് കർത്താവേ നിന്റെ സന്നിധിയിൽ വരുവാൻ പോലും ഞാൻ യോഗ്യതയില്ലാത്തവളാണ്, അല്ലെങ്കിൽ നമ്മുടെ പഴയകാല കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം പല വിഷയങ്ങൾക്ക് നമുക്ക് ദൈവം റിസൾട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ എന്തിന് ചില വിഷയങ്ങൾ നമുക്ക് ലഭിക്കില്ല എന്ന് ഹല്ലേലൂയ പറഞ്ഞ് നാം
ഹല്ലേലൂയ സ്തോത്രം പിന്മാറി പോകുന്നു. ഹല്ലേലൂയ അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം നമായിരിക്കുന്ന എല്ലാ ഹല്ലേലൂയ സ്തോത്ര ദൈവീതമായ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥന വിഷയങ്ങളും ദൈവം നമുക്ക് തരാനായിട്ട് ഹല്ലേലൂയ സന്നദ്ധരായ ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം അതിന് അധികാരപ്പെട്ട ദൈവമാണ്. നാം വിശ്വസിക്കുക വിശുദ്ധി വേർപാടോടുകൂടെ ജീവിച്ച് വിഷയങ്ങൾ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ രാത്രി കാലങ്ങളിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ കണ്ടോ യേശുക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം ഇപ്രകാരം ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം കണ്ടോ. മരണവേദനയുടെ അനുഭവമാണെങ്കിലും ഹല്ലേലൂയ യേശുക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ഹല്ലേലൂയ ആ വിഷയങ്ങളുടെ കാഠിന്യത ഏറ്റെടുത്തുകൊണ്ട് ഭാരത്തോടെ നാം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇനി നമ്മുടെ വിഷയങ്ങൾ തന്നെയല്ല ഹല്ലേലൂയ സ്തോത്രം യോബിനെ പോലെ നമുക്ക് ഇരട്ടിയായി പ്രതിഫലം നൽകി ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ നമുക്ക് എല്ലാവർക്കും ആ വചന ഭാഗം എടുക്കാവുന്നതാണ്. മത്തായി 6:5 ഹല്ലേലൂയ സ്തോത്രം എല്ലാവരും ഹല്ലേലൂയ സ്തോത്രം ആ വചനം വായിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് യേശുക്രിസ്തു ഹല്ലേലൂയ സ്തോത്ര ശിഷ്യന്മാരോട് താൻ ഉപമയാൽ ദൈവജനത്തോട് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം പ്രൈസ് ദി ലോർഡ്. നാം കപടഭക്തിക്കാരാണെന്നാണ് പറയുന്നത്. നാം പ്രഹസനം ചെയ്താൽ ജൽപ്പനം ചെയ്താൽ ഹല്ലേലൂയ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചില്ല എങ്കിൽ മറ്റുള്ളവർ കാണാറ് നാം ഹല്ലേലൂയ സ്തോത്ര സഭകളിലും മറ്റും ഹല്ലേലൂയ സ്തോത്ര പ്രാർത്ഥനാക്കാരാണെന്ന് പേരെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാതെ ഹല്ലേലൂയ സ്തോത്രം അവർ കാണുവാൻ തക്കവണ്ണം നാം ജൽപ്പനം ചെയ്യുകയാണെങ്കിൽ നമ്മെ ക്രിസ്തു വിളിക്കുന്നത് കപടഭക്തിക്കാരെന്നാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ സ്തോത്ര രഹസ്യത്തിലുള്ള പിതാവ് കണ്ടോ. നമ്മെ രഹസ്യത്തിൽ കാണുന്ന ഒരു പിതാവുണ്ട്. പ്രാർത്ഥനാ വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവം നമ്മോട് ഹല്ലേലൂയ സ്തോത്രം അവിടെ ഹല്ലേലൂയ സ്തോത്ര ജനത്തോട് ഉപദേശിക്കുമ്പോൾ ഇപ്രകാരം പറയുകയാണ്. രഹസ്യത്തിലുള്ള പിതാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഒരുപാട് അതിഭാഷണം ഹല്ലേലൂയ സ്തോത്രം വന്നില്ല എങ്കിലും ഹല്ലേലൂയ സ്തോത്രം നമുക്ക് വളരെയധികം ഹല്ലേലൂയ വാക്കുകൾ പറയാൻ സാധിച്ചില്ല എങ്കിലും ഹല്ലേലൂയ സ്തോത്രം നമ്മെ ദൈവം കടാക്ഷിക്കും. എപ്രകാരം നമ്മുടെ ഹൃദയത്തിലെ ആ വേദന ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ സ്തോത്രം ഇതുവരെയും വന്ന എൻ്റെ ജീവിതത്തിലെ എല്ലാ തെറ്റുകളും ദൈവസന്നിധിയിൽ ഏറ്റു പറയുന്നു. കർത്താവേ എൻ്റെ ഹല്ലേലൂയ സ്തോത്രം ഞാൻ എപ്രകാരം ദൈവത്തിന്റെ വചനത്തിൽ എന്നെ ദൈവം നടത്തുവാനായിട്ട് അല്ലെങ്കിൽ ഞാൻ എപ്രകാരം ജീവിക്കണമെന്ന് ദൈവ വചനം പറഞ്ഞുവോ ആ വചനത്തിന് അനുസരണമായി ജീവിക്കുവാൻ ഞാൻ ഈ നിമിഷം തീരുമാനമെടുക്കുന്നു എന്ന് പറയുകയും ഹല്ലേലൂയ അങ്ങനെ അപ്രകാരം നിങ്ങളുടെ സമയങ്ങൾ മാറ്റിവെച്ച് ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്ര ആലോചനയ്ക്ക് ചെവി കേൾപ്പാൻ തക്കവണ്ണം വിഷയങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ടി ജാഗരിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് രഹസ്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം രഹസ്യത്തിലുള്ള പിതാവിനോട് ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ അപേക്ഷിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം നിശ്ചയമായിട്ടും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തരുമെന്ന് ഹല്ലേലൂയ ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം ഇരിക്കും ഹല്ലേലൂയ ഫേസ്ബുക്കിന്റെ ഹല്ലേലൂയ പ്രയർ ഗ്രൂപ്പ് ഹല്ലേലൂയ സ്തോത്രം തുറന്നപ്പോൾ ഈ പ്രാർത്ഥനയെ കുറിച്ചാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഹല്ലേലൂയ സ്തോത്ര ദൈവാത്മാവ് എന്നെ മുന്നേ ഓർപ്പിച്ച ചില വിഷയങ്ങളാണല്ലോ പ്രാർത്ഥന എന്നുള്ളത്. ഹല്ലേലൂയ പ്രാർത്ഥന അതെ ഹല്ലേലൂയ ദൈവമക്കളെ നാം ഹല്ലേലൂയ സ്തോത്രം ശക്തമായി വിശ്വസിക്കുക. പ്രാർത്ഥന എന്നത് സ്വർഗം തുറക്കുന്ന താക്കോലാണ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. പലതും ചെയ്തുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നേടാൻ കഴിയാത്തത്, പണം കൊണ്ട് നേടാൻ കഴിയാത്തത്, ഇല്ലെങ്കിൽ ആൾബലം കൊണ്ട് നേടാൻ കഴിയാത്തത് ഹല്ലേലൂയ നിശ്ചയമായിട്ടും എന്ത് ചെയ്യും? പ്രാർത്ഥന കൊണ്ട് നമുക്ക് നേടുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ സ്തോത്രം. ഇത് എനിക്ക് ഒരിക്കലും ലഭിക്കില്ല അല്ലല്ലോ. ഒരുപക്ഷെ ഡോക്ടേഴ്സ് വിധി എഴുതിയതായിരിക്കും. പക്ഷേ വിശ്വസിക്കൂ, വിശുദ്ധിയും വേർപാടും വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ നിന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം നിശ്ചയമായിട്ട് ഞാൻ വിശ്വാസത്തോടെ പറയുകയാണ്, നമുക്കൊരു പ്രാർത്ഥന പോരാളികളായി തീരാം. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന എല്ലാവരോടും ഹല്ലേലൂയ ഒരുമിച്ച് അത് ശക്തമായി നമുക്ക് തീരുമാനമെടുക്കാം. ഹല്ലേലൂയ ദൈവമേ ഈ നിമിഷം വരെ ചില വിഷയങ്ങൾ ഞാൻ ദൈവസന്നിധിയിൽ മാറ്റിവെച്ചുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവമേ ഹല്ലേലൂയ എന്നോട് ക്ഷമിക്കണമേ. ദൈവം തരാമെന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങൾ പോലും ഞാൻ വിശ്വസിക്കാതിരുന്ന അനുഭവം എന്റെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. പക്ഷേ കർത്താവേ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, കാറ്റു കാണുകയില്ല, കോളും കാണുകയില്ല, എന്നാൽ താഴ്വര വെള്ളം കൊണ്ട് നിറയും. അങ്ങനെയാകും നമ്മുടെ പ്രാർത്ഥനയുടെ റിസൾട്ട്. ഹല്ലേലൂയ സ്തോത്രം. നാം വിശുദ്ധിയും വേർപാടോടുകൂടെ വിശ്വസ്തോടുകൂടെ ദൈവസ്ഥനിൽ നിന്നിട്ട് ഹല്ലേലൂയ ദൈവം പറയുന്ന വചനങ്ങൾ അനുസരിച്ച് നാം വിഷയങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ നമ്മുടെ യാഗപീഠം പണിത് ഹല്ലേലൂയ സ്തോത്രം നാം ദൈവസന്നിധിയിൽ വിശ്വസ്തോടെ നിന്ന് ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ ഈ ദൈവാത്മാവ്
പോയി പറയട്ടെ, അല്ലെങ്കിൽ നാം ലഭിക്കില്ല എന്ന് പറഞ്ഞ ചില വിഷയങ്ങൾ, അതും ദൈവം വാഗ്ദത്തം ചെയ്തിട്ട് ഹല്ലേലൂയ സ്തോത്രം, ഒരിക്കലും ഒത്തിരി നാളായി എനിക്കത് ലഭിച്ചില്ലല്ലോ എന്ന് പറയുന്ന വിഷയങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, അത് ആ വിശ്വാസത്തിന്റെ വാക്ക് നാം കേൾക്കാതെ നിശ്ചയമായിട്ട് ദൈവം തരാമെന്ന് പറഞ്ഞ ജീവനുള്ള ദൈവമാണ് നമുക്ക് തരാമെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ, നാം താമസിക്കുന്ന ഈ ഭൂമിയെ നിർമ്മിച്ച ദൈവമാണ്, ഈ ഭൂമിയെ ഉണ്ടാക്കിയ ദൈവം, നമ്മെ ഉണ്ടാക്കിയ ദൈവമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ഇന്ന് ഹല്ലേലൂയ ശ്വാസം എടുത്താൽ മരിച്ചു പോകുന്ന മനുഷ്യന്റെ വാക്ക് നാം വിശ്വസിക്കരുത്. ഹല്ലേലൂയ സ്തോത്രം, ആ ശ്വാസം എടുത്തിട്ടും ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ നാം വിശ്വസിക്കുക. ഹല്ലേലൂയ, എഴുതപ്പെട്ട ആത്മാവിനാൽ എഴുതപ്പെട്ട വചനം നാം വിശ്വസിക്കുക. ദൈവമക്കൾ, ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. ഇന്ന് മുതൽ ഞാൻ ഹല്ലേലൂയ നിർത്തിവെച്ച ചില വിഷയങ്ങളുടെ മധ്യത്തിൽ പ്രാർത്ഥിക്കുവാൻ ഒരു പ്രാർത്ഥന പോരാളിയായി തീരും. അനേക പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ ജീവിതത്തിലും ഇതുവരെ ലഭിക്കാത്ത വിഷയങ്ങൾ നാളെ മുതൽ ലഭിക്കുന്നു എന്ന വിശ്വാസത്തോടുകൂടെ നാം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, സഭയുടെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന വലിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ എന്ത് പറയുന്നു? ഹൃദയം കൊണ്ട് ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഹല്ലേലൂയ ലഭിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയെങ്കിൽ ശക്തമായിട്ട് ഹല്ലേലൂയ നിമിഷം ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. രാത്രിയുടെ യാമങ്ങളിൽ നമുക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം ഹല്ലേലൂയ സഭ കൂടിയിരിക്കുമ്പോൾ മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, വ്യക്തിപരമായ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. വിഷയങ്ങൾ എഴുതി വെച്ച് നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ സ്തോത്രം. അത് മാത്രമല്ല ഹല്ലേലൂയ സ്തോത്ര, ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലോചന കേൾക്കുവാൻ നാം പ്രാർത്ഥിക്കണം. കൃപാവരങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മെസ്സേജ് പറയുവാനായിട്ട് എല്ലാവർക്കും സാധിക്കും. പക്ഷേ അനേക സമയം ഇരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മെസ്സേജിനെക്കാളും വലുതാണ്. മെസ്സേജ് വളരെ നല്ലതാണ്. അനേക പേർക്ക് ശക്തമായിട്ട് ഒരു ഹല്ലേലൂയ സ്തോത്ര പ്രബോധനം കൊടുക്കുന്നത് ഹല്ലേലൂയ ഒരു തീ പകരുന്നത് പോലെയാണ്. ഒരു ആത്മാവിന്റെ തീ പകർച്ച. ഹല്ലേലൂയ സ്തോത്രം. മയങ്ങി ഉറങ്ങി കിടക്കുന്നിടത്ത് നിന്ന് ഹല്ലേലൂയ ഉയർന്നെഴുന്നേൽപ്പ്, ഒരു സ്റ്റെപ്പ് ഹല്ലേലൂയ പ്രബോധനങ്ങൾക്ക് സാധിക്കുന്നു. എന്നാൽ പ്രാർത്ഥിക്കുന്നവരെ ഹല്ലേലൂയ സ്തോത്രം, അവനായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ചലിപ്പിക്കുവാൻ കഴിയും. അനേക പേരുടെ വിഷയങ്ങളെ ഹല്ലേലൂയ ചലിപ്പിക്കുവാൻ, അത് ഏത് രാജ്യത്തായിക്കൊള്ളട്ടെ, എവിടെയും ആയിക്കൊള്ളട്ടെ, ഹല്ലേലൂയ സ്തോത്രം, മരണത്തിന് അനുഭവമായിക്കൊള്ളട്ടെ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന്റെ പാത നമുക്ക് പിന്തുടരാം. ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ എല്ലാവരെയും ഹല്ലേലൂയ സഹായിക്കും, അനുഗ്രഹിക്കും ചെയ്യുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഈ നിമിഷം വരെയും ഹല്ലേലൂയ വചനം ശ്രവിച്ച എല്ലാ ദൈവമക്കളും ക്രിസ്തു യേശുവിലുള്ള എൻ്റെ നന്ദിയെ അറിയിക്കുകയാണ്. അത് മാത്രമല്ല ഹല്ലേലൂയ സ്തോത്രം, ഈ ഫേസ്ബുക്ക് പേജിലേക്ക് ഹല്ലേലൂയ ശുശ്രൂഷിപ്പാൻ ആടിനെയും ക്ഷണിച്ച റോസലി ആൻറ്റിയോടും ഹല്ലേലൂയ ഫാമിലിയോടുള്ള നന്ദിയെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ അഡ്മിനായിരിക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കും, മാനിക്കും ചെയ്യുമാറാട്ടെ. ഒത്തിരി ഫേസ്ബുക്ക് ഹല്ലേലൂയ സ്തോത്രം പോലെ കൂട്ടായ്മകൾ, പ്രയർ ഗ്രൂപ്പുകൾ സ്വർഗത്തിന്റെ ദൈവം നൽകിയതോർത്ത് ദൈവത്തിന് നന്ദി പറയാണ്. ഹല്ലേലൂയ സ്തോത്രം. അനേക ഹല്ലേലൂയ സ്തോത്രം കുറ്റകൃത്യങ്ങളും എല്ലാം ഹല്ലേലൂയ അനർത്ഥങ്ങളും ഈ സോഷ്യൽ മീഡിയാസിലൂടെ പെരുകുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇതുപോലെയുള്ള ചില ഫേസ്ബുക്കുകൾ, ചില സോഷ്യൽ മീഡിയാസ് ഹല്ലേലൂയ സ്തോത്രം അനേക പേരിൽ എത്തിക്കുവാൻ തക്കവണ്ണം സുവിശേഷത്തിന് വേണ്ടി ഹല്ലേലൂയ കൂട്ടായ്മ കൊടുക്കുന്നവർക്ക് ദൈവസന്നിധിയിൽ ഒത്തിരി നന്ദി പറയാണ്. ദൈവം എല്ലാവരും സഹായിക്കും, അനുഗ്രഹിക്കും ചെയ്യട്ടെ. വീണ്ടും വചനം കേൾക്കുന്നവരെയും ദൈവം ഒരുപോലെ സഹായിക്കും ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ബലത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ ആത്മാവിന്റെ ഒരുക്കത്തോടെ ആയിരിക്കാം. വിഷയങ്ങൾക്ക് വേണ്ടി ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ തീരുമാനമെടുക്കാം. ഇരിക്കുന്ന ഇടത്ത് നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധരായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം പിതാവേ. പല വിഷയങ്ങൾ ദൈവത്തിന്റെ ആലോചനയും വാക്തത്വവും കേട്ടിട്ട് കർത്താവേ, ഞങ്ങൾ ഹല്ലേലൂയ വിശ്വാസത്തോടെ ഈ ഹല്ലേലൂയ ചില സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് മടുത്ത് ഞങ്ങൾ പിന്മാറിയ ചില അനുഭവങ്ങളുണ്ട് നാഥാ. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങൾ ആ വിഷയങ്ങളെ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ സ്തോത്രം ഈ നിമിഷം ഞങ്ങൾ ഓവർകം ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ദൈവം അങ്ങനെ ചെയ്തിരിക്കാൻ നന്ദി. അതിന്റെ റിസൾട്ട് വരും കാലം കാണുവാൻ സഹായിച്ചത് നന്ദി. ഇത്രത്തോളം മാനിച്ചു വിധം സ്തോത്രം. പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ തരുന്ന നടത്തി തന്നെ ആമേൻ. അടിനവടിന്റെ കുടുംബത്തെയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ദൈവ ഹല്ലേലൂയ സന്നിധിയിൽ അടിനും സ്തോത്രം താണിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.